നമസ്കാരം. നമ്മളൊക്കെ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമല്ലേ, എന്തുകൊണ്ടാണ് ഈ സന്തോഷം എപ്പോഴും നമ്മൾ ഓടിപ്പിടിക്കേണ്ട ഒരു ലക്ഷ്യം പോലെ തോന്നുന്നത്, ഒരു മരീചിക പോലെ? നമ്മൾ അതിന്റെ പിന്നാലെ ഓടുന്നു, പക്ഷെ അത് അകന്നകന്നു പോകുന്ന പോലെ. എന്നാൽ നമ്മൾ ഓടുന്നത് തന്നെ തെറ്റായ ദിശയിലാണെങ്കിലോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ രസകരമായൊരു ആശയത്തെക്കുറിച്ചാണ്. സന്തോഷം എന്നത് നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കേണ്ട ഒന്നല്ല, മറിച്ച് അത് നമ്മുടെയെല്ലാം ഏറ്റവും സ്വാഭാവികമായ ഒരു ഡീഫോൾട്ട് സ്റ്റേറ്റ് ആണെന്നതിനെക്കുറിച്ച്. ഒരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കിക്കേ. നിങ്ങളുടെ സന്തോഷം ഇപ്പോൾ എന്തിനെയെങ്കിലും ആശ്രയിച്ചാണോ ഇരിക്കുന്നത്? ഒരു പുതിയ ജോലി കിട്ടുന്നതിനെയോ അല്ലെങ്കിൽ നല്ലൊരു ബന്ധം കിട്ടുന്നതിനെയോ? ആ ലക്ഷ്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഹാപ്പിയാകുവോ, അതോ അടുത്ത ലക്ഷ്യത്തിലേക്ക് ഓട്ടം തുടങ്ങുമോ? ഈ ഒരു ചോദ്യമാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ കാതൽ. ഈ ചിന്ത നമുക്കെല്ലാവർക്കും നല്ല പരിചയമുള്ള ഒന്നാണ്, അല്ലേ? അത് കിട്ടിയാൽ ഞാൻ ഹാപ്പിയാകും എന്നൊരു തോന്നൽ. അത് ചിലപ്പോൾ പണമായിരിക്കാം, ഒരു പ്രൊമോഷനായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. നമ്മുടെ സന്തോഷത്തെ നമ്മളെപ്പോഴും ഭാവിയുടെ വാതിൽപ്പടിയിൽ കൊണ്ടുപോയി കെട്ടിയിടും, ആ എങ്കിൽ മാത്രമേ എന്ന കണ്ടീഷൻ വെച്ചിട്ട്. എന്നാൽ ഇതാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഏറ്റവും വലിയൊരു മിഥ്യാധാരണ. സന്തോഷം പുറത്തുനിന്ന് കിട്ടേണ്ട ഒന്നല്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഓൾറെഡി ഉണ്ട് എന്ന ആശയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. കേൾക്കുമ്പോൾ കുറച്ച് അതിശയം തോന്നുന്നുണ്ടോ? ശരി, നമുക്ക് നോക്കാം. ഈ ഒരു ഐഡിയ വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ നമുക്ക് ഏറ്റവും പരിചിതമായ ഒന്നിലേക്ക് പോകാം, നമ്മുടെ സ്വന്തം ശരീരത്തിലേക്ക്. നമ്മുടെ ശരീരത്തിന്റെ ഒരു നാച്ചുറൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്വാഭാവികമായ അവസ്ഥ എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നോക്കൂ, നമ്മുടെ ശരീരത്തിന്റെ ഡീഫോൾട്ട് സെറ്റിംഗ് എന്ന് പറയുന്നത് ആരോഗ്യമാണ്, അല്ലേ? നമ്മുടെ ഹൃദയം തനിയെ മിടിക്കുന്നു, നമ്മൾ അറിയാതെ തന്നെ ശ്വാസമെടുക്കുന്നു, ഒരു മുറിവുണ്ടായാൽ അത് തനിയെ ഉണങ്ങുന്നു. ആരോഗ്യത്തോടിരിക്കാൻ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. പക്ഷെ രോഗം അങ്ങനെയല്ല, അത് പുറത്തുനിന്ന് വരുന്നൊരു തടസ്സമാണ്. ചുരുക്കി പറഞ്ഞാൽ ആരോഗ്യം നമ്മുടെ ഡീഫോൾട്ടാണ്, രോഗം ഒരു എററും. ഇനി ഇതേ ആശയം നമുക്ക് നമ്മുടെ മനസ്സിന്റെ കാര്യത്തിലേക്ക് ഒന്ന് കൊണ്ടുവന്നാലോ? ശരീരത്തെപ്പോലെ നമ്മുടെ മനസ്സിനും ഒരു ഡിഫോൾട്ട് സെറ്റിംഗ് ഉണ്ടാകില്ലേ? അതെന്തായിരിക്കും? ചെറിയ കുട്ടികളെ ഒന്ന് ഓർത്തു നോക്കൂ. അവർക്ക് ചിരിക്കാനോ സന്തോഷിക്കാനോ പ്രത്യേകിച്ചൊരു കാരണം വേണ്ട. ഒരു പുതിയ കളിപ്പാട്ടം കിട്ടിയതുകൊണ്ടൊന്നുമല്ല അവർ സന്തോഷിക്കുന്നത്. അവർ വെറുതെ ഇരിക്കുമ്പോഴും സന്തോഷത്തിലാണ്. അവരുടെ ഉള്ളിൽ നിന്ന് ആനന്ദം ഒരു നീരുറവ് പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം സന്തോഷമാണ് അവരുടെ ഏറ്റവും സഹജമായ ഭാവം, പുറത്തുനിന്നുള്ള കണ്ടീഷൻസ് വരുന്നതിന് മുൻപുള്ള ഒരു ശുദ്ധമായ അവസ്ഥ. ഇതിനെയാണ് നമ്മൾ ഡിഫോൾട്ട് സെറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു പുതിയ ഫോണോ ലാപ്ടോപ്പോ വാങ്ങുമ്പോൾ അതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിരിക്കുമല്ലോ. അതുപോലെ സന്തോഷവും സമാധാനവും നമ്മുടെ എല്ലാം ഉള്ളിൽ ജന്മനാ സ്ഥാപിച്ചിട്ടുള്ള ഒരു ഒറിജിനൽ സോഫ്റ്റ്വെയർ ആണ്. അത് പുറത്തുനിന്ന് പുതുതായി ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒന്നുമല്ല. അപ്പൊ സ്വാഭാവികമായും ഒരു സംശയം വരും, അല്ലേ? സന്തോഷം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെങ്കിൽ പിന്നെന്താ നമുക്കത് എപ്പോഴും അനുഭവിക്കാൻ പറ്റാത്തത്? നമ്മുടെ ആ നാച്ചുറൽ ഹാപ്പിനെസ്സിനെ എന്താണിങ്ങനെ മറച്ചുവെക്കുന്നത്? നമ്മുടെ മനസ്സിനെ നല്ല തിളക്കമുള്ളൊരു കണ്ണാടിയായിട്ട് സങ്കൽപ്പിക്കുക. അതിന്റെ സ്വാഭാവികമായ സ്വഭാവം പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുക എന്നതാണ്, അതായത് സന്തോഷത്തെ അനുഭവിക്കുക. പക്ഷെ ജീവിതത്തിലെ സ്ട്രെസ്സും ടെൻഷനുമൊക്കെ ഈ കണ്ണാടിയിൽ വന്നിരിക്കുന്ന പൊടി പോലെയാണ്. കാലം പോകുന്തോറും ഈ പൊടി അടിഞ്ഞുകൂടി കണ്ണാടിയുടെ ആ യഥാർത്ഥ തിളക്കത്തെ അങ്ങ് മറച്ചുകളയും. അപ്പോ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്: നമ്മൾ ആ കണ്ണാടിക്ക് പുതിയ തിളക്കം കൊടുക്കുകയല്ല വേണ്ടത്. ആ തിളക്കം ഓൾറെഡി അവിടെയുണ്ട്. നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ആ പൊടിയൊന്ന് തുടച്ചു മാറ്റുക എന്നതാണ്. അതായത് പുതുതായി സന്തോഷം ഉണ്ടാക്കുകയല്ല, ഉള്ള സന്തോഷത്തെ മറയ്ക്കുന്ന ആ തടസ്സങ്ങളെ നീക്കുകയാണ് വേണ്ടത്. ഇത് മനസ്സിലാക്കാൻ വേറൊരു ഉദാഹരണം പറയാം. നല്ല ബഹളമുള്ളൊരു മുറി നിശബ്ദമാക്കാൻ നമ്മൾ എന്തു ചെയ്യും? അങ്ങോട്ട് കൂടുതൽ നിശബ്ദത കൊണ്ടുവന്ന് നിറയ്ക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്മൾ ചെയ്യുന്നത് ആ മുറിയിലെ ശബ്ദങ്ങളെ ഇല്ലാതാക്കുകയാണ്, അല്ലേ? ശബ്ദം മാറുമ്പോൾ നിശ്ശബ്ദത തനിയെ അവിടെ തെളിഞ്ഞുവരും. സന്തോഷത്തിന്റെ കാര്യവും ശരിക്കും ഇതുപോലെ തന്നെയാണ്. അപ്പോ എന്താണ് നമ്മുടെ മനസ്സിലെ ഈ ശബ്ദം? അത് പ്രധാനമായും നമ്മുടെ അടങ്ങാത്ത ആഗ്രഹങ്ങളും ഭാവിയെക്കുറിച്ചുള്ള പേടികളുമാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിഷമങ്ങളും വരാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള ടെൻഷനുകളും ചേർന്നുണ്ടാകുന്ന ഈ ഒരു മാനസിക ബഹളമാണ് നമ്മുടെ സ്വാഭാവികമായ ശാന്തതയെ ഇല്ലാതാക്കുന്നത്. ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ്: നമ്മുടെ യാത്ര പുറത്തേക്കല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ യഥാർത്ഥ അവസ്ഥയിലേക്കുള്ള ഒരു മടക്കയാത്രയാണ്. സന്തോഷം കണ്ടെത്താനുള്ള ഓട്ടമല്ല, അത് വീണ്ടെടുക്കാനുള്ള ഒരു തിരിച്ചുപോക്കാണ്. അതുകൊണ്ട് തന്നെ പണത്തിലോ പ്രശസ്തിയിലോ അല്ലെങ്കിൽ മറ്റു ഭൗതിക വസ്തുക്കളിലോ സന്തോഷം തേടി അലയുന്നത് നിർത്തുക. അതൊക്കെ ഒരുപക്ഷേ ഒരു താൽക്കാലികമായ ആവേശം തന്നേക്കാം,
പക്ഷെ യഥാർത്ഥ നിലനിൽക്കുന്ന സന്തോഷം അവിടെയല്ല. ശരിക്കുള്ള നിലനിൽക്കുന്ന നല്ല അനുഭവം, ആ സന്തോഷം ഇതിനകം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് നമ്മുടെ സ്വന്തം വീട് പോലെയാണ്. നമ്മൾ എവിടെയൊക്കെ യാത്ര പോയാലും അവസാനം യഥാർത്ഥ സമാധാനവും ആശ്വാസവും കിട്ടുന്നത് നമ്മുടെ സ്വന്തം വീട്ടിൽ തിരിച്ചെത്തുമ്പോഴല്ലേ. അതിനാൽ ഒന്ന് വിശ്രമിക്കൂ. നിങ്ങൾ എന്തോ നേടാത്തതുകൊണ്ടല്ല നിങ്ങൾക്ക് സന്തോഷമില്ലാത്തത്. നിങ്ങൾ ഇതിനകം തന്നെ പൂർണ്ണരാണ്. ആ പൂർണ്ണതയെ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ആ ഓട്ടമൊന്ന് നിർത്തി ശാന്തമായി ഇരുന്നാൽ മാത്രം മതിയാകും. ഈ ഒരു ചിന്തയോടെ നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ പുതിയൊരു വ്യക്തിയായി മാറാൻ ശ്രമിക്കേണ്ടതില്ല. നമ്മുടെ യഥാർത്ഥ സ്വഭാവമായ ആ സന്തോഷത്തെയും സമാധാനത്തെയും തിരിച്ചറിഞ്ഞ് അതിൽ ജീവിച്ചാൽ മാത്രം മതി. നമ്മുടെ മനസ്സാകുന്ന കണ്ണാടിയിലെ പൊടിപടലങ്ങളെ പതിയെ തുടച്ചു മാറ്റിക്കൊണ്ടേയിരിക്കുക. അപ്പൊ പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം. നിങ്ങളുടെ ഉള്ളിലെ ആ സ്വാഭാവിക സന്തോഷത്തെ മറയ്ക്കുന്ന ഏത് ചെറിയ ശബ്ദമാണ് ഇന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയുക? അതൊരു ചെറിയ ആശങ്കയാകാം, അല്ലെങ്കിൽ അനാവശ്യമായ ഒരാഗ്രഹമാകാം. എന്തായാലും അതൊന്ന് ശ്രമിച്ചു നോക്കൂ. ഈ ചിന്തയുമായി നിങ്ങളെ വിടുന്നു. അടുത്ത തവണ കാണാം.